ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ശ്രീ. ഇന്നത്തെ വീഡിയോ ഒരു മന്ത്ലി റീസെറ്റ് വ്ളോഗാണ്. നമ്മൾ എല്ലാ മന്തിലും ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു മന്ത്ലി റീസെറ്റ് വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ മന്തിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത മന്ത്ലി റീസെറ്റ് പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു മന്തിൽ ഞാൻ ഫോളോ ചെയ്തത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ പുതിയ മന്തിനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. മന്ത്ലി റീസെറ്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിഫ്ലക്റ്റിംഗ് ഓൺ ദി പ്രീവിയസ് മന്ത്. നമ്മൾ എല്ലാ മന്ത്ലി റീസെറ്റ് വ്ളോഗിലും പറയുന്ന പോലെ തന്നെ പ്രീവിയസ് മന്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രീവിയസ് മന്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്: ഗോൾസ് റിവ്യൂ ചെയ്യുക, അച്ചീവ്മെൻറ്റ് അസസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഗോൾസിനെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഗോൾസ് സ്മാർട്ട് ഗോൾസ് ആയിരുന്നു എന്ന് നമ്മൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക. ഇത് ഓരോ മന്തിൻ്റെ ബിഗിനിങ്ങിലും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഓരോ ഗോൾസും സെറ്റ് ചെയ്യുമ്പോൾ അത് സ്മാർട്ട് ഗോൾസ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മന്തിൻ്റെ എൻഡിൽ കഴിഞ്ഞ മന്തിനെ പറ്റി നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ഈ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് കാര്യമാണ് നമ്മുടെ അച്ചീവ്മെൻറ്റിനെ അസസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി. നമ്മൾ ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യുമായിരിക്കും അല്ലേ, പക്ഷേ ഇതിലെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം നമുക്കതിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അസസ് ചെയ്യുക. അടുത്ത കാര്യമാണ് നമ്മുടെ ചലഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ചില ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ, അപ്പം ഇതിനൊക്കെ കാരണം എന്താണ്, എന്തൊക്കെ ചലഞ്ചസാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ട വന്നത്, അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തുവെന്നും നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം പ്രീവിയസ് മന്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്ന 3 പോയിൻറ്റ്സാണ് ഇത്. പ്രീവിയസ് മന്തിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് അഡ്ജസ്റ്റ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. പ്രീവിയസ് മന്തിനെ റിഫ്ലക്റ്റ് ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്കമിങ് മന്തിൽ നമ്മുടെ ഗോൾസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത സ്ട്രാറ്റജീസിനെ ഒന്ന് റിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്തിൽ നമ്മുടെ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് നമ്മുടെ ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. കഴിഞ്ഞ മന്തിൽ നമുക്ക് പറ്റിയ തെറ്റുകളെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഈ മന്തിൽ നമ്മുടെ ഗോൾസിനെ എങ്ങനെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ 2 സ്റ്റെപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡീക്ലട്ടർ വർക്ക് സ്പേസ് ആൻഡ് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ സ്റ്റഡി സ്പേസ് അല്ലെങ്കിൽ വർക്ക് സ്പേസ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യുന്ന വഴി നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മൂഡ് കൊണ്ടുവരാനായിട്ടും ഹെൽപ്ഫുൾ ആകും. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാസ്കൊക്കെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും പോസിറ്റീവ് മൂഡും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഗോളിലേക്കുള്ള ആക്ഷനബിൾ സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതൊരു മോട്ടിവേഷനും ആകും. അതുപോലെ തന്നെ ഒരു ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഡിസ്ട്രാക്ഷൻസിനെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് നമ്മുടെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകും. അടുത്ത പോയിൻ്റാണ് റീപ്ലേസിങ് അൺഹെൽത്തി ഹാബിറ്റ്സ് വിത്ത് ഹെൽത്തി വൺസ്. ഇത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ മടിയുള്ള കാര്യമായിരിക്കില്ലേ. നമുക്ക് എപ്പോഴും ചില ഹാബിറ്റ്സ് ഉണ്ടാവും, മാറ്റണം എന്ന് വിചാരിക്കണം. പക്ഷേ അത് മാറ്റാനായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും മടിയാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു മന്തിലൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കൊക്കെ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് ഈ ഒരു മന്തിലൊന്ന് മാറ്റാനായിട്ട് നോക്കാം. അൺഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും ഒന്നും മാത്രമല്ല കേട്ടോ. ബിഞ്ച് വാച്ചിങ് TV, സ്ട്രെസ് ഈറ്റിംഗ്, നെഗറ്റീവ് തിങ്കിങ്, ഇതൊക്കെ അൺഹെൽത്തി ഹാബിറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ പല അൺഹെൽത്തി ഹാബിറ്റ്സും നമുക്കുണ്ടാകും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഹാബിറ്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു ഹെൽത്തി ഹാബിറ്റായിട്ട് നമുക്ക് ഈ ഒരു മന്തിൽ റീപ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബിഞ്ച് വാച്ചിങ് TVയെ നമുക്ക് റീഡിംഗ് എന്നുള്ള ഹെൽത്തി ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. നമ്മൾ ഒരുപാട് സമയം TVയുടെ മൊബൈലിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്യൂലേ. ഇതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് സമയം ഒരു ബുക്ക് വായിക്കുക എന്നുള്ള ശീലം കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ട്രെസ് ഈറ്റിംഗ് എന്നുള്ളൊരു അൺഹെൽത്തി ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മെഡിറ്റേഷനോ ബ്രീത്തിങ് എക്സസൈസോ ഒക്കെ ഫോളോ ചെയ്യാം.
നമ്മുടെ ഫുഡ് എന്നുള്ളൊരു കംഫർട്ടിലേക്ക് പോവാതെ അതൊരു അൺഹെൽത്തി ഹാബിറ്റ് ആവാതെ മെഡിറ്റേഷൻ പോലുള്ള ഹെൽത്തി ഹാബിറ്റ്സ് അഡോപ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു അൺഹെൽത്തി ഹാബിറ്റിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നെഗറ്റീവ് തിങ്കിങ് എന്നുള്ള അൺഹെൽത്തി ഹാബിറ്റിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കുള്ള ബ്ലെസ്സിങ്സിൽ കൗണ്ട് ചെയ്യുക. അപ്പം അങ്ങനെ നമുക്ക് ഇതുപോലെ പല പല അൺഹെൽത്തി ഹാബിറ്റ്സും ഹെൽത്തി ചോയ്സസ് വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാകും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് സെറ്റ് അച്ചീവബിൾ ഗോൾസ് ഫോർ ദി മന്ത്. നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും നെക്സ്റ്റ് മന്തിലേക്ക് എന്തൊക്കെ ഗോൾസ് സെറ്റ് ചെയ്യാമെന്ന്. എപ്പോഴും അച്ചീവബിൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗോൾ സെറ്റിങ്ങിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ആൻഡ് വീക്ക്ലി ഗോൾസൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.